രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ പോലീസ് കോൺസ്റ്റബിളിന്റെ വേഷം ചെയ്ത്, കോൺസ്റ്റബിൾ സൂസൻ. അപ്പോൾ അത് അജു ചേട്ടൻ്റെ കൂടെയും അതുപോലെ തന്നെ സുധീഷ് ചേട്ടൻ്റെ കൂടെ പിന്നെ ഷേർ ചേട്ടൻ്റെ കൂടെ ഒക്കെ ആയിരുന്നു എൻ്റെ കോമ്പിനേഷൻസ് മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല രസമായിരുന്നു. കാരണം രാത്രിയിലായിരുന്നു എപ്പോഴും ഷൂട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പോലീസ് വേഷമൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വേഷത്തിലേക്ക് വിളിച്ചപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും പടം കാണും, സപ്പോർട്ട് ചെയ്യും ഞങ്ങളെല്ലാവരും. താങ്ക് യു സോ മച്ച്. എല്ലാവരും കണ്ടോന്നറിയില്ല, എന്തായാലും കാണാം. ഇതൊരു ട്രൂ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ് ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഇതിൽ ഞാനൊരു ഹിന്ദി ക്യാരക്ടറാണ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ മലയാളിയാണ്. അപ്പോൾ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. പിന്നെ പടം എല്ലാവരും പോയി കാണാം. എല്ലാവരുടെയും കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ അജു ചേട്ടൻ്റെയും മുഴുനീളം ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഒരു കോമഡി ടീം തന്നെ ഇതിനകത്തുണ്ടല്ലോ. ഇവരെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിബിദർശനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അദ്ദേഹത്തിന് മുകേഷിൻ്റെ അനന്തരം തന്നെ ആ ഒരു മുകേഷിൻ്റെ ഒരു ഫീല് നമുക്ക് ഈ ജനറേഷനിൽ നിബിദർശനോടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു പ്രകടനമായിരുന്നു ഇതിനകത്ത്. അതുപോലെ എല്ലാവരും തുല്യമായി അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു അഭിനയ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഫസ്റ്റ് നമ്മൾ ഇത്രയും ഒരു പ്രകടനം കാണുന്നത്. എല്ലാവരും സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു നോർമൽ നമുക്കൊരു ജീവിതത്തിൽ കാണുന്ന ഓരോരുത്തരും അനുഭവങ്ങൾ ഇപ്പോഴും ജനറേഷൻ പ്രത്യേകിച്ച് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ജനറേഷൻ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും ജനറേഷന് അവർക്ക് നന്നായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കും. കാരണം ഇതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് എന്ന് മനസ്സിലാവും. നല്ല കുറച്ച് ഒരു മെസ്സേജ് കൊണ്ടിരുന്നു. ജീവിയുടെയും കോമ്പനേഷൻ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ അവളാണെങ്കിലും ഫസ്റ്റ് പണമാണെന്ന് അങ്ങനെ പറയുന്ന രീതിയിലല്ല ഞാൻ മൊത്തത്തിൽ ഹാപ്പിയാണ്. പിന്നെ രമേശ് ചേട്ടൻ അഴിച്ചേട്ടനും പറയുന്നില്ല, നന്നായിട്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ച് കഥ പറച്ചിൽ രീതി ആയതുകൊണ്ട് ഇതിഹാസം നമുക്ക് ഡൗൺ ആവാൻ തോന്നി. പക്ഷെ അവരുടെയാണ് പറഞ്ഞ പരിപാടി. നമ്മുടെ സപ്പോർട്ട് ചെയ്തോളാം. അഴിച്ചേട്ടനും രമേശ് ചേട്ടനും ജീവിയുടെ പരിപാടിയാണ് ഞാൻ ഓവറോൾ ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിക്കാത്ത കോമഡിയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കോമഡീസ് ഇഷ്ടപ്പെട്ടു. മൊത്തം ഞാൻ എൻജോയ് ചെയ്തു. അതെ അതാ പറഞ്ഞത്. അഭിനയിക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല. ശരിക്കും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചെയ്യുമ്പോൾ വരുന്ന കോമഡി പോലെയും ഒക്കെയാണ് തോന്നുന്നത്. മൊത്തത്തിൽ നല്ല ഇഷ്ടപ്പെട്ടു. സുഹൃത്തുക്കൾ തമ്മിൽ വരുന്ന പ്രശ്നങ്ങളും പോയി അകപ്പെടുന്നതും അതിൽ നിന്ന് ഊരിപ്പോരുന്നതും പടം നൈസ് പടമാണ്, അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഇതിൽ ലെന്ത് പെട്ടെന്ന് തീർന്നു പോയി. ലെന്ത് കുറവായിരുന്നു. കോമഡിയൊക്കെ എങ്ങനെയുണ്ട്? കോമഡിയൊക്കെ നൈസായിരുന്നു. വേറെ ഉണ്ടായിരുന്നു. ആരാണ് നന്നായിട്ട് ചെയ്തത്? നന്നായിട്ട് കോമഡി തോന്നിയത്? എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്ത്. ആരല്ല, എല്ലാവരും പൊതുവെ അടിപൊളിയായിട്ട് ചെയ്തു. ഈ ലെന്തിലാണ് പെട്ടെന്ന് തീർന്നു പോയത്.